പാൽവില കൂട്ടേണ്ട സാഹചര്യമുണ്ടെന്ന് മിൽമ തിരുവനന്തപുരം മേഖലാ യൂണിയൻ. ലിറ്ററിന് 3.5 രൂപ മാത്രമാണ് ഇപ്പോൾ മിൽമയ്ക്ക് ലഭിക്കുന്ന ലാഭം. പാലുൽപ്പന്നങ്ങളുടെ വിറ്റുവരവ് കൂടിയില്ലെങ്കിൽ മിൽമ നഷ്ടത്തിലേക്ക് പോകുമെന്നും തിരുവനന്തപുരം മേഖലാ യൂണിയൻ മുന്നറിയിപ്പ് നൽകി. അവസാനമായി പാൽവില വർദ്ധിപ്പിച്ച ശേഷം 3 തവണ കാലിത്തീറ്റയുടെ വില കൂടി. 35 രൂപയ്ക്ക് 1 ലിറ്റർ പാൽ വിൽക്കുമ്പോൾ 3.5 രൂപ മാത്രമാണ് മിൽമയ്ക്ക് ലാഭം. ജീവനക്കാരുടെ ശമ്പളവും ഏജന്റുമാരുടെ കമ്മീഷനും ഉൾപ്പെടെയുള്ള ചെലവുകൾ കണ്ടെത്തുന്നത് ഈ തുക വിനിയോഗിച്ചാണ്. പാൽ ഉൽപ്പന്നങ്ങളുടെ വിറ്റുവരവ് കൂടിയില്ലെങ്കിൽ മിൽമയ്ക്ക് പാൽ വില കൂട്ടേണ്ടി വരുമെന്ന് തിരുവനന്തപുരം മേഖലാ യൂണിയൻ ചെയർമാൻ കല്ലട രമേശ് പറഞ്ഞു. കാലിത്തീറ്റയ്ക്ക് ഇൻസെൻറ്റീവ് കൊടുത്ത് വിപണിയിൽ പാൽവില കൂടാതെ 2 രൂപ കൂട്ടി കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ കർഷകനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നും നമുക്കത് ചെയ്യാൻ പറ്റണമെന്നില്ല. നാളെ ലാഭം ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും കൂട്ടില്ല. മിൽമയ്ക്ക് ലാഭം ഉണ്ടെങ്കിൽ അത് കർഷകന് കൊടുത്തുകൊണ്ട് ഞങ്ങൾ പിടിച്ചു നിൽക്കും. മിൽമയ്ക്ക് ലാഭമില്ലാത്ത സാഹചര്യം വന്നാൽ ഞങ്ങൾ കൂട്ടേണ്ടി വരും. നിലവിൽ 10,50,000 ലിറ്റർ പാൽ സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 1.5 ലക്ഷം ലിറ്റർ പാൽ കൂടി ഉൽപ്പാദിപ്പിച്ചാൽ കേരളം സ്വയം പര്യാപ്തത കൈവരിക്കും. ഇതോടെ അന്യ സംസ്ഥാനങ്ങളെ പാലിനായി ആശ്രയിക്കുന്നതും ഒഴിവാക്കാം. കാലിത്തീറ്റ ഫാക്ടറികളും കടുത്ത നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും അധികൃതർ ചൂണ്ടിക്കാട്ടി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.